മഞ്ജു വാര്യരുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണ്, പ്രണയത്തിലാണ്. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിനകത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. വേറെ ഐ ഡി വഴി എന്നെ കോൺടാക്ട് ചെയ്തു മഞ്ജു വാര്യർ. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് അവർ പറയുന്നു നിൻ്റെ ലൈഫിൽ ഇനി വേറെ ആൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക്കായിട്ട് ഏതാണ്ട് 1.5 വർഷം ഞങ്ങൾ കോൺടാക്റ്റിലാണ്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാനും ഇവരുമായിട്ട് കോൺടാക്റ്റിൽ എന്ന് അറിഞ്ഞാൽ ആ നിമിഷം കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത്. ഒന്നാമത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമില്ല. ഈ പുറത്ത് വിട്ട ഓഡിയോയ്ക്കകത്ത് മഞ്ജുവിന്റെ ശബ്ദമല്ല. ഇല്ല കാര്യം അതിനകത്ത് സ്പെസിഫിക് പോർഷൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആണെന്ന് മനസ്സിലാവും. സാനൽ ഈ പറയുന്നത് പൊട്ടത്തരമാണ്, ഇയാൾ ഇങ്ങനെ ഇത് ഞാൻ എൻ്റേതല്ല എന്ന് ഒരു വരി അവർ പറഞ്ഞിട്ടുണ്ടോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സിനിമാ മേഖലയിൽ അവിഹിതത്തിനും പ്രണയത്തിനും യാതൊരു പഞ്ഞവുമില്ല. എന്നാൽ ഇന്ന് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. ഈ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന പ്രണയം അല്ലെങ്കിൽ അവിഹിതം ഇതിനൊന്നും തന്നെ തെളിവുകളില്ല, വെറും ആരോപണങ്ങൾ മാത്രമാണ്. മറ്റാരുടെയും ഇന്റർവ്യൂ അല്ല, സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഒരു ഇന്റർവ്യൂ ആണ്. ന്യൂസ് 18 മലയാളത്തിനകത്താണ് ഈ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. ഏകദേശം 50 മിനിറ്റോളം ഉണ്ട് ഈ ഒരു ഇന്റർവ്യൂ. ഇതിനകത്ത് നടി മഞ്ജു വാര്യരുമായിട്ട് താൻ പ്രണയത്തിലാണ്, ഈ ഒരു പ്രണയം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ചർച്ചയായിരുന്നു. മഞ്ജു താനും തമ്മിൽ പ്രണയത്തിലാണ്, അവരുടെ ജീവൻ ഏത് നിമിഷവും അപകടത്തിലാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിന് തൊട്ട് പിന്നാലെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ന്യൂസ് 18 മലയാളത്തിനകത്ത് വന്ന ആ ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതായത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലതവണ സനൽ പറയുന്ന ഒരു കാര്യമാണ് മഞ്ജു വാര്യരുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണ്, പ്രണയത്തിലാണ്. ഇതുപോലെ പല തവണ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ടുണ്ട്. പ്രസ് മീറ്റ്സ്, ബൈറ്റില്, ഇന്റർവ്യൂസിൽ. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? അവർക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തിടത്തോളം കാലം ആ കേസ് ക്ലോസ്ഡ് അല്ലേ? അല്ല, അതായത് ഞാനും മഞ്ജു വാര്യരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് 2022 മെയ്യിലാണ്. 2022 മെയ് മാസം 4-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഞങ്ങളെ കാണാൻ അനുവദിക്കാതിരിക്കാനാണ് ഈ അറസ്റ്റും കേസും എന്നൊക്കെ പറയുന്നത്. ആ സമയത്താണ്. അതിനു മുൻപ് ഒരിടത്തും ഞാനത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാനിത് ആവർത്തിക്കുന്നത് 2024 ഡിസംബറിലാണെന്ന് തോന്നുന്നു. കാരണം അത് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ശരിക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ എൻ്റെ സ്റ്റോറി നടക്കുന്നത് 2019 ഞാൻ ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതോടെയാണ്. 2019 ഞങ്ങൾ 2018 ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത്, കണ്ടുമുട്ടുന്നത്. 2019 ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു സ്പിരിച്വൽ അട്രാക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ടൊന്നും പോയിട്ടില്ല. ഈ പ്രണയത്തിനകത്ത് എവിടെയാ സ്പിരിച്വൽ അട്രാക്ഷൻ വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പ്രണയം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നൊരു വികാരമാണ്. അതിനകത്ത് ഈ സ്പിരിച്വാലിറ്റിക്കൊന്നും വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇദ്ദേഹം വിവാഹിതനാണ്. അതേപോലെ തന്നെ കുടുംബസമേതം താമസിക്കുന്ന ടൈമിലാണ് ഇദ്ദേഹത്തിന് മഞ്ജു വാര്യരോട് ഒരു സ്പിരിച്വൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബജീവിതം തകരുന്നതും അതേപോലെ തന്നെ ഈ ജയിലിൽ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കാം. അന്ന് ഞാൻ വിവാഹിതനാണ്. പിന്നെ ഈ പറയുന്ന പോലെ വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിനകത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു അട്രാക്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ആളിനോട് പറഞ്ഞു. അവരൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരത് പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്: സനൽ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നെപ്പോലെ ഒരാൾ എന്ന് പറഞ്ഞിട്ട് പകുതിയിൽ നിർത്തി. അപ്പോൾ എനിക്കത് ഒരു നിരാസമായിട്ടോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആയിട്ടോ തോന്നിയില്ല. അത് മുന്നോട്ട് പോയില്ല. പക്ഷേ ഞങ്ങൾ സിനിമ ചെയ്തു, സിനിമ പൂർത്തിയായി. അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കരാർ എഴുതി. ഞങ്ങൾ തമ്മിലൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ തന്നെ വളർന്നു വന്നു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ പൂർത്തിയായിട്ട് സിനിമ പുറത്തിറങ്ങാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ ഇവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആണ്. അതെന്താണെന്ന് അന്വേഷിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സിനിമ പുറത്തിറങ്ങാത്തതിന് കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന്. അത്രയും ബന്ധം ഞങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. എന്ന് നിങ്ങൾ ഏത് വഴി അറിയുന്നത്? ഞാൻ ഇവരെ കാണാൻ പോകുന്നു. ഓക്കെ. ഞാൻ ആദ്യം ഫോൺ ചെയ്യാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെ കോട്ടയത്തൊരു പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാൻ അവരെ കാണാൻ പോകുന്നു. ഈ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബനീഷ് ചന്ദ്രൻ എന്ന് പറയുന്നിട്ട് ഇവരുടെ ഒരു മാനേജർ എന്നാണ് പറയുന്നത്.
അയാൾ ഒന്ന് പറയുന്നു, ചേട്ടാ നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. ഈ ഹാളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. ഇവരെ കുറേ ആളുകൾ ചേർന്ന് തള്ളിക്കയറി വണ്ടിക്കകത്ത് തള്ളിക്കയറ്റുന്നു, ഓടിച്ചു പോകുന്നു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുന്നത്, സാറേ ഇതെന്താണ്, ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണോ എന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിലായിരുന്നു, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു സംഗതി. സോ ഇതാണ് ഇയാൾ പറയുന്നത്. അതായത് ഇവർ തമ്മിൽ ഒന്നിച്ചൊരു ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചിത്രം ഇപ്പോഴും പെട്ടിയിലിരിക്കുകയാണ്, അത് റിലീസായിട്ടില്ല. അതിന് കാരണം ഇവർ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് മറ്റാരൊക്കെയോ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ആ ഒരു പകപോക്കലാണ് ആ ഒരു സിനിമ പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ പെട്ടിയിലിരിക്കാനുള്ള വഴി തുറന്നതെന്നാണ്. ഇതുകൂടാതെ മഞ്ജു വാര്യരുടെ മാനേജർക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇയാൾ ഉന്നയിക്കുന്നുണ്ട്. ഈ മാനേജർ ഇടപെട്ടുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. മാനേജർ മറ്റാരുടെയൊക്കെയോ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള നിരവധി അലിഗേഷൻസ് ആണ് ഈ പറയുന്ന വ്യക്തി ഉന്നയിക്കുന്നത്. എന്തായാലും ആ സിനിമ റിലീസ് ചെയ്യാത്തത് ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ചിത്രീകരണവും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ച ഒരു സിനിമ ഇതുവരെ റിലീസ് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, ആ സിനിമയിൽ അഭിനയിച്ച ആളുകൾക്കുണ്ടാകുന്ന മനോവിഷമം, അതൊക്കെ ഈ ഒരു ചിത്രീകരണം പൂർത്തിയായ സിനിമ മനഃപൂർവ്വം ആരെങ്കിലും ബ്ലോക്ക് ചെയ്തതാണെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് മാത്രമേ ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പുള്ളി പറയുന്നതൊന്നും എവിഡൻസ് എന്ന് പറയുന്ന ഒന്നും തന്നെയില്ല, ജസ്റ്റ് ആരോപണങ്ങൾ മാത്രമാണ്. ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നൽകുമ്പോഴോ നമ്മളൊരു എവിഡൻസ് ആയിട്ടൊരു വീഡിയോ വെച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ഓഡിയോ ക്ലിപ്പ് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രേഖകളെങ്കിലും നമ്മൾ കാണിക്കണം. ഇതൊന്നും തന്നെ ഈ ഒരു വ്യക്തിയുടെ കയ്യിലില്ല. സോ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് താനും മഞ്ജുവും തമ്മിൽ പ്രണയത്തിലാണ്. ഈ ഒരു പ്രണയ വിവരം മഞ്ജു തുറന്നു പറഞ്ഞാൽ ആ നിമിഷം അവർ കൊല്ലപ്പെടും. അതിന് കാരണക്കാര് മഞ്ജുവുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ സഹായികൾ എന്ന വ്യാജേനയുള്ള ഒരു ഗൂഢ സംഘമാണ് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. എന്തോ ഇതിനകത്ത് കുറേയധികം മിസ്മാച്ചുകളുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായി തോന്നി, അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ അത്രയും വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു. എനിക്ക് അതുവരെ എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ കരുതി ഇവരെന്തായാലും പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പിന്നെ ഇവർ സംസാരിക്കുന്നതേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മുഴുവനും ഡ്രോപ്പ് ചെയ്തു. ഏതാണ്ട് ഒരു 4-5 മാസത്തിന് ശേഷം, ഇത് നടക്കുന്നത് 2021 ഡിസംബറിലാണ് ഞാൻ ഇവരെ കോട്ടയത്ത് കാണാൻ പോകുന്നത്. അതിനുശേഷം ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ പുനരന്വേഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവർ സ്വന്തമായിട്ടല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവർ ആരുടെ ഒരു ക്ലച്ചസിലാണെന്ന് എനിക്ക് തോന്നി. നേരത്തെ തന്നെ ഈ ഇൻസിഡൻറ്റോടെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഈ പുനരന്വേഷണം നടക്കുന്ന സമയത്ത് ഇവരുടെ മൊഴി എടുത്തതിൻ്റെ അന്ന് രാത്രി ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിസ്മാൻഡിൽ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ എന്തോ സംഗതി ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. സോ ഇതിനകത്ത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു കേസിന്റെ പുനരന്വേഷണ സമയത്ത് മഞ്ജു വാര്യർ മൊഴി നൽകിയിരുന്നു. അന്ന് തൊട്ട് ഇവർക്ക് എന്തൊക്കെയോ ഭീഷണികൾ ഉണ്ടെന്നുള്ള ഡൗട്ട് തനിക്ക് തോന്നി. അതിനെ തുടർന്നാണ് അന്ന് താൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിഷേധിക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ഇതേവരെ മഞ്ജു വാര്യർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഇയാൾ പറയുന്നുണ്ട്. ഈ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തി കള്ളമാണ് പറയുന്നതെങ്കിൽ അത് മഞ്ജു വാര്യർ നേരിട്ട് വന്ന് നിഷേധിക്കട്ടെ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതുവരെ മഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അവർക്ക് ഒരു 2 വരി അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചാൽ മതി, അതുപോലും അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ ഒരു കേസിൽ വന്ന് താൻ തറയിടണ്ട, അതങ്ങനെ ആ ഒരു വഴി പൊക്കോട്ടെ എന്ന് കരുതി ഈ ഒരു പാരലൽ യൂണിവേഴ്സിൽ നിന്ന് മഞ്ജു വാര്യർ മനഃപൂർവ്വം സ്കിപ്പ് അടിച്ച് പോകുന്നതുമാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് മഞ്ജു വാര്യർ മനസ്സ് തുറന്നാൽ മാത്രമേ മലയാളികൾക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ കേസ് പലപ്പോഴായിട്ട് അട്ടിമറിക്കാണ്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസിലെ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ദിലീപ് ഇന്നും ശിക്ഷ ഒന്നും ലഭിക്കാതെ പുറത്തു നിൽക്കുന്നതെന്നൊക്കെയാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം ഇനി പുറത്തേക്ക് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയും കൂടി കാണാം. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഇവരുടെ മൊഴി എടുത്തതിൻ്റെ അന്ന് ഡിസ്മാൻഡിൽ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം പേടി തോന്നി. ഇവർ ജീവിച്ചിരിക്കുമെന്ന് തന്നെ എനിക്ക് പേടി തോന്നി. അപ്പോൾ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു, മെയിലും അയച്ചു. ഒരു തരത്തിലും മറുപടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് എനിക്കറിയാവുന്നുള്ള കാര്യം ഞാൻ ഫേസ്ബുക്കിൽ എഴുതാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കിതിന് മറുപടി തരണം. ഒരു മറുപടി ഉണ്ടായില്ല. അങ്ങനെയാണ് 2021
2021 2022 ഏപ്രിൽ 26 ഞാൻ ഫേസ്ബുക്കിൽ ഇത് എഴുതുന്നത്. അതായത് എനിക്ക് സ്ത്രീ അറിയാം, ഇവർ മറ്റാരുടെ ക്ലച്ചസിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടെന്ന് എനിക്ക് ഭീതിയുണ്ട്, ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ എഴുതുന്നത്. ആ ഇഷ്യൂ അവിടെ തീരുമാനിക്കുന്നില്ലേ? അവർക്കൊരു കോള്, സനൽ ഇത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, സനലിന് തോന്നുന്നതാണ്, മിണ്ടിയിട്ടില്ല. 7 ദിവസം തുടർച്ചയായിട്ട് പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു, ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് പോസ്റ്റുകളിട്ടു, ഒന്നും നടന്നിട്ടില്ല. 2022 മെയ് 4 ഞാൻ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഒരു കത്തെഴുതി. ഇത് മാത്രമല്ല, അന്ന് പോലീസിൻ്റെ അന്വേഷണം പലയിടത്തും ഡിസ്മാൻഡിൽ ചെയ്ത പല കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള, എൻ്റെ ഫ്രണ്ട് കൊല്ലപ്പെട്ട പ്രദീപിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു കത്തെഴുതി. കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ എന്തോ പ്രശ്നത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുക അതൊരു വട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒരു ആക്ട് ആയിരിക്കാം. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ ഒരാളും ചെയ്യില്ലായിരിക്കും, ഞാൻ ചെയ്തു. അന്ന് രാത്രി 12 മണിക്കാണ് എനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നത്. സോ ഇതിനകത്ത് പറയുന്ന ഈ പ്രദീപ് എന്ന് പറയുന്നത് ഒരു പക്ഷേ മാധ്യമപ്രവർത്തകനാകാൻ സാധ്യതയുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയസിലെല്ലാം വർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നെല്ലാം രാജിവെച്ച് ഒരു ഓൺലൈൻ ന്യൂസ് ചാനൽ തുടങ്ങി അതുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു വാഹനം ഇടിക്കുന്നതും അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ കേസിലെ പ്രതികൾ പിടിക്കപ്പെട്ടോ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ആർക്കും അറിവില്ല. മേ ബി ആ ഒരു കേസിനെ കുറിച്ചായിരിക്കും ഇദ്ദേഹം പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപേട്ടൻ്റെ മരണം അത് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം മറ്റൊന്നല്ല, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാർത്തകളെല്ലാം കാണുമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അന്നത്തെ വാർത്തകളെല്ലാം തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസ്, അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള പല പ്രമുഖരെ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളായിരുന്നു. മേ ബി അദ്ദേഹത്തിന്റെ വാർത്താ അവതരണം ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലരുടെയും താല്പര്യങ്ങൾക്ക് ഭംഗം സംഭവിക്കുമെന്ന് കരുതിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇല്ലാതാക്കിയത്. അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള ആക്സിഡന്റ് ആവും. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ പുറത്തേക്ക് വന്നതായിട്ടും അറിവില്ല. എന്നാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത്ര പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഒരു ടോപ്പിക് എന്ന നിലയിൽ മാത്രമാണ് ഞാൻ എടുത്തു വെച്ച് ചെയ്തത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മഞ്ജു വാര്യരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് തുറന്നു പറയേണ്ടത് മഞ്ജു വാര്യർ തയ്യാറാവാത്ത കാലത്തോളം ഈ പറയുന്ന സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന വ്യക്തി നിരന്തരം ഇതേ പ്രസ്താവനകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പ്രൂഫുകളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. സോ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. ബൈ.